പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണം വൈകിയതിൽ നടപടി. 3 ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആഭ്യന്തര സെക്രട്ടറി അന്വേഷിച്ച് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നു. ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പെർഫോമ റിപ്പോർട്ട് സർക്കാർ CBIക്ക് കൈമാറി. ഇമെയിൽ വഴിയാണ് റിപ്പോർട്ട് കൈമാറിയത്. DYSP മുഖാന്തരം നേരിട്ടും റിപ്പോർട്ട് നൽകും. പെർഫോമ റിപ്പോർട്ട് കൈമാറാതെ വിജ്ഞാപനം നൽകിയത് വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തങ്ങളുടെ വായ് മൂടിക്കെട്ടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് എന്ന് ജെ.എസ്. സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആരോപിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെത്തി കുടുംബം പിന്തുണ തേടിയ ശേഷമായിരുന്നു പ്രതികരണം. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, വലിയ വിവാദമായ ഒരു സംഭവം, തൊട്ടു പിന്നാലെ വിമർശനങ്ങൾ, ഇപ്പോൾ നടപടി, എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ, സർക്കാരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ തലവേദനയായ ഒരു വിഷയമായിരുന്നു ഈ ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള CBI അന്വേഷണം. അത് വലിയ സമ്മർദ്ദത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിന് തീരുമാനമെടുത്തത് ഈ മാസം 9-ാം തീയതിയാണ്. ശേഷം 9-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറക്കി. 16-ാം തീയതിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ വിജ്ഞാപനം സമർപ്പിക്കുന്നത്. പക്ഷേ ആ സമയത്ത് പെർഫോമ റിപ്പോർട്ട്, അതായത് സ്ഥിതിവിവര റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കാൻ വീഴ്ച സംഭവിച്ചു എന്നുള്ള വാർത്ത ഇന്ന് രാവിലെയാണ് പുറത്തു വരുന്നത്. അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ള സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ആക്ഷേപം, ഒരു വീഴ്ച അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള വിവരം വരുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ വീണ്ടും തലവേദന ഉണ്ടാക്കിയത് രാഷ്ട്രീയ വിവാദമായി കൂടി മാറുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പെർഫോമ റിപ്പോർട്ട് അത് CBIക്ക് കൈമാറാനും കൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാനും കൂടാതെ ഇക്കാര്യത്തിലെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും മുഖ്യമന്ത്രി അനൌദ്യോഗികമായി നിർദ്ദേശം നൽകിയിരുന്നു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കാണ് അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയത്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ പ്രാഥമിക അന്വേഷണത്തിലെ ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് M സെക്ഷനിലെ ചില 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത, സെഷൻ ഓഫീസറായിട്ടുള്ള ബിന്ദു, സെഷൻ ഓഫീസറായിട്ടുള്ള സെഷൻ അസിസ്റ്റന്റ് ആയിട്ടുള്ള അഞ്ജു എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്താനും മുഖ്യമന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ആ പിഴവുണ്ടായത്, അതൊരു സാങ്കേതികമായിട്ടുള്ള പിഴവാണോ അതല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള പിഴവാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഏതാണ്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇമെയിൽ വഴി ഈ പെർഫോമ റിപ്പോർട്ട് CBIക്കും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും സർക്കാർ കൈമാറിയിട്ടുള്ളത്. ഇനി ഒരു DYSP നേരിട്ടും ഈ റിപ്പോർട്ട് കൈമാറും. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ CBI അന്വേഷണം എപ്പോൾ ആരംഭിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളിലൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഉന്മേഷ്, ഷഫീദ്, എന്ത് വീഴ്ചയുണ്ടായി 3 പേരുടെ ഭാഗത്തുനിന്ന്? പ്രാഥമികമായ ഒരു പരിശോധന ഇപ്പോൾ നടന്നു കഴിഞ്ഞു കാണുമല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നടപടി. എന്ത് വീഴ്ച കണ്ടെത്തി ഷഫീദ്? ആ വീഴ്ച എന്തെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ വിജ്ഞാപനം സാധാരണഗതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കുമ്പോൾ ഉറപ്പായും കൂട്ടിച്ചേർക്കേണ്ട പെർഫോമ റിപ്പോർട്ട് അതില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല അക്കാര്യത്തിലെ നോട്ടക്കുറവടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണം അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. ഏതായാലും ബോധപൂർവമായിട്ടുള്ള പിഴവാണോ എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും സർക്കാർ പരിശോധിക്കുക. കാരണം തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാണ്, വലിയ രീതിയിൽ വിവാദമായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ഉദ്യോഗസ്ഥർ എടുക്കേണ്ട മുൻകരുതൽ, ജാഗ്രത അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അത് സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയാവുകയും ചെയ്തു. സിദ്ധാർത്ഥിന്റെ പിതാവ് അക്കാര്യത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു, അന്വേഷണത്തിലെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കൂടാതെ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് SFI ആണ്. SFIയെ സംരക്ഷിക്കാൻ അതുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ നടത്തുന്നതടക്കമുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായി കാണുന്നതും നടപടിയിലേക്ക് കടന്നതും. ഉന്മേഷ്, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്.